ശബരിമലയിൽ നിന്ന് 2025 സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയ സംഭവത്തിൽ PS പ്രശാന്തിനെ പ്രതി ചേർത്ത റിപ്പോർട്ട് സമർപ്പിക്കാൻ SIT. റിപ്പോർട്ട് സമർപ്പിക്കുക കൊല്ലം വിജിലൻസ് കോടതിയിൽ. മുൻ ബോർഡ് അംഗങ്ങളും പ്രതികളാകും. പ്രശാന്തിനെതിരെ തെളിവുകൾ ശക്തമെന്നാണ് SIT വ്യക്തമാക്കുന്നത്. ഈ വാർത്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളുമായി രാജീവ് ചേരുന്നുണ്ട്. രാജീവ്, വെരി ഗുഡ് മോർണിംഗ്. SITയുടെ നിർണായക നീക്കം PS പ്രശാന്തിനെ പ്രതി ചേർക്കുകയാണ്. ഒപ്പം മറ്റ് ബോർഡ് അംഗങ്ങളും പ്രതിയാകുമെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നു. എങ്ങനെയാണ്, എന്തൊക്കെ തെളിവുകളാണ് പ്രശാന്തിനെ കുരുക്കാകുക? ഒപ്പം ഇനി ഈ കേസിന്റെ ഗതി എങ്ങോട്ടാകും സഞ്ചരിക്കുക? ഗുഡ് മോർണിംഗ് ശ്രുതി, രാഖി. അതിലും വളരെ നിർണായകമായൊരു നീക്കത്തിലേക്കാണ് SIT കടന്നിരിക്കുന്നത്. നേരത്തെ ജനൻ TV ആണ് PS പ്രശാന്ത് ഉൾപ്പെടെയുള്ള ഭരണസമിതിയെ കൂടി പ്രതി ചേർക്കുമെന്ന വാർത്ത ആദ്യം പുറത്തുവിടുന്നത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്ത നമ്മൾ പുറത്തുവിടുന്നത്. PS പ്രശാന്ത് ഉൾപ്പെടെയുള്ള ഭരണസമിതിയെ കൂടി പ്രതി ചേർക്കാൻ 2025 സ്വർണ്ണ കവർച്ചയിൽ പ്രതി ചേർക്കാൻ SIT നീക്കം തുടങ്ങിയെന്ന വാർത്ത ജനൻ TV പുറത്തുവിട്ടിരുന്നു. തൊട്ടു പിന്നാലെയാണ് SIT ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. ഈ റിപ്പോർട്ടിൽ 2025 സ്വർണ്ണ കവർച്ചയെക്കുറിച്ച് വളരെ വിശദമായി അന്വേഷിക്കേണ്ടതുണ്ടെന്നും മാത്രമല്ല ഈ വളരെ വലിയൊരു വീഴ്ച ഈ വിഷയത്തിൽ നടന്നിട്ടുണ്ട് എന്നും SIT ഹൈക്കോടതിയെ അറിയിച്ചു. അതായത് 2019 ഏതൊക്കെ തരത്തിലുള്ള വീഴ്ചകളാണോ സംഭവിച്ചത്, ഏതൊക്കെ തരത്തിലാണോ സ്വർണ്ണക്കൊള്ളയ്ക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭരണസമിതി കൂട്ടുനിന്നത്, അതേ രീതിയിൽ തന്നെയാണ് 2023 ചുമതലയേറ്റ ഭരണസമിതിയും സ്വർണ്ണക്കൊള്ളയ്ക്ക് കൂട്ടുനിന്നത് എന്ന കണ്ടെത്തലിലേക്കാണ് SIT എത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ ഹൈക്കോടതിയിൽ നൽകുകയും ചെയ്തിരുന്നു. ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ച മിനിറ്റുകൾക്കകമാണ് ജനൻ TV ഇതുമായി ബന്ധപ്പെട്ട വാർത്തയും പുറത്തുവിട്ടത്. പ്രധാനമായും SIT ഹൈക്കോടതിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നത് ഈ സ്വർണത്തിന്റെ തിളക്കം നഷ്ടപ്പെട്ടിട്ടും അതിനെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള അന്വേഷണവും ഭരണസമിതി നടത്തിയില്ല എന്നതാണ്. മാത്രമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം തന്നെ വീണ്ടും സ്വർണം കൊടുത്തുവിടാനുള്ള തീരുമാനമെടുക്കുന്നു. 2024 സ്മാർട്ട് ക്രിയേഷൻസ് നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം തന്നെ ഈ സ്വർണം കൊടുത്തുവിടാനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത്. ഈ സ്വർണത്തിന്റെ തിളക്കം നഷ്ടപ്പെടുന്നു എന്ന് പല ജീവനക്കാരും ദേവസ്വം ബോർഡിനെ അറിയിച്ചു. അതിനുശേഷവും യാതൊരു തരത്തിലുള്ള പരിശോധനകളും നടത്തുന്നില്ല എന്ന് മാത്രമല്ല, 2024 ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം തന്നെ ഈ സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിടാൻ വേണ്ടി ഭരണസമിതി തീരുമാനമെടുക്കുന്നു. അതിൽ ദുരൂഹതയുണ്ട് എന്നാണ് SIT ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. 2019 നടന്ന ഏറ്റവും വലിയ സ്വർണ്ണ കവർച്ച, അതും കട്ടിളപ്പാളികളിൽ നിന്നും ദ്വാരപാലക ശില്പത്തിൽ നിന്നും സ്വർണം കവരുന്നു. ഇതിന് ഭരണസമിതികൾ മാറി മാറി കൂട്ടുനിൽക്കുന്നു. ആദ്യം A പത്മകുമാറിന്റെ കാലത്താണെങ്കിൽ പിന്നീട് ഇങ്ങോട്ട് N വാസുവിന്റെ കാലത്തും അതേ രീതിയിലുള്ള സ്വർണ്ണ കവർച്ച തന്നെ നടന്നതായി SITയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ഏകദേശം 3 കിലോയ്ക്കടുത്ത് സ്വർണ്ണമാണ് നിലവിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് 2024 എത്തുമ്പോൾ ഈ 2019 വീഴ്ച മറച്ചു വെക്കാനുള്ള ബോധപൂർവമായ ശ്രമം അപ്പോഴും ഭരണസമിതി നടത്തുകയാണ്. PS പ്രശാന്തിന്റെ കാലത്ത് ഈ ഭരണസമിതിയാണ് ഇത്തരത്തിലുള്ള സംഭവം വീണ്ടും ആവർത്തിക്കുന്നത്. ഈ കൊള്ളയ്ക്ക് പരസ്യമായി തന്നെ കൂട്ടുനിൽക്കുന്നത്. ഏതായാലും ഇപ്പോൾ PS പ്രശാന്ത് ഉൾപ്പെടെയുള്ളവരെ പ്രതി ചേർക്കാനുള്ള തീരുമാനത്തിലേക്ക് SIT എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ വളരെ കൃത്യമായി തന്നെ ഈ പ്രതികളുടെ പങ്കിനെക്കുറിച്ച് എടുത്തു പറയുന്നുണ്ട്. ഹൈക്കോടതിയുടെ നിർദ്ദേശം കൂടി അനുസരിച്ചാണ് കൊല്ലം വിജിലൻസ് കോടതിയാണ് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട കേസുകൾ പരിഗണിക്കുന്നത്. അതുകൊണ്ട് കൊല്ലം വിജിലൻസ് കോടതിയിൽ ഉടൻ തന്നെ PS പ്രശാന്ത് ഉൾപ്പെടെയുള്ള മുൻ ഭരണസമിതിയെ പ്രതികളാക്കിക്കൊണ്ട് റിപ്പോർട്ട് സമർപ്പിക്കും. ചില ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഈ കേസിൽ പ്രതികളാകാനുള്ള സാധ്യത നിലനിൽക്കുകയാണ്. ഉദ്യോഗസ്ഥരെ കൂടി പ്രതികളാക്കിക്കൊണ്ടായിരിക്കും മുന്നോട്ട് പോവുക. മുരാരി ബാബു മരിച്ചതിനാൽ അദ്ദേഹത്തെ ഒഴിവാക്കിക്കൊണ്ട് മറ്റുള്ളവരെ പ്രതിയേർത്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിലേക്കാണ് നിലവിൽ SIT എത്തിയിരിക്കുന്നത്. PS പ്രശാന്തിന് ഏതായാലും വലിയ കുരുക്കാവുന്ന ഒരു കേസായി ഇത് മാറുകയാണ്. രാജീവ്, അത് തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയാണ് ഈ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ രാജീവ് ബ്രേക്ക് ചെയ്തിരിക്കുന്നത്.